നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ലോൺ ആപ്പ് വിവാദം സത്യങ്ങൾ മറച്ചുവെക്കാനുള്ള നീക്കമാണെന്ന് അച്ഛൻ രാജൻ. അമ്മയുടെ ചികിത്സയ്ക്കായി നിതിൻ വായ്പ എടുത്ത കാര്യം വീട്ടിൽ അറിഞ്ഞിരുന്നു. തിരിച്ചടവ് മുടങ്ങിയിട്ടില്ലെന്ന് നിതിന്റെ അച്ഛൻ വ്യക്തമാക്കി. മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതി ആവർത്തിക്കുകയാണ് കുടുംബം. അധ്യാപകരുടെ കടുത്ത സമ്മർദ്ദവും ജാതി അധിക്ഷേപവും നേരിട്ട നിതിന്റെ മരണം ലോൺ ആപ്പ് പ്രതിസന്ധിയാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അമ്മയുടെ ചികിത്സയ്ക്കായി നിതിൻ ലോൺ എടുത്തിരുന്നതായി കുടുംബം വ്യക്തമാക്കുന്നു. വായ്പാ തിരിച്ചടവിൽ ഇടയ്ക്കുണ്ടായ വീഴ്ച പരിഹരിച്ചിരുന്നുവെന്നും പിന്നീട് കൃത്യമായി തവണകൾ അടച്ചിരുന്നതായും പിതാവ് പറഞ്ഞു. ലോൺ ആപ്പ് പരാതിയുടെ മറവിൽ നിതിൻ നേരിട്ട ജാതി അധിക്ഷേപങ്ങളും മാനസിക സംഘർഷവും മറച്ചുവെക്കുകയാണെന്ന ഗുരുതര ആരോപണവും കുടുംബം ഉയർത്തുന്നു. പരാതി നൽകിയ അധ്യാപിക ഭീഷണി കോളുകൾ വന്ന കാര്യം ഒരിക്കൽ പോലും തങ്ങളെ അറിയിച്ചിട്ടില്ല എന്നും പിതാവ് വ്യക്തമാക്കി. അങ്ങനെ അവർക്ക് മെസ്സേജ് വന്നെങ്കിൽ ഞങ്ങളെ നമ്പർ ഉണ്ടായിരുന്നല്ലോ, ഒരു പ്രാവശ്യം ഒന്ന് വിളിക്കാതെ ഇങ്ങനെ എന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്ന ലോൺ ആപ്പിൻ്റെ പേരിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ എൻ്റെ മൊബൈൽ നിങ്ങൾക്ക് പരിശോധിക്കാം, അതിൽ ഒരു കോള് പോലും വന്നിട്ടില്ല. ഹോസ്റ്റൽ വാർഡനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉയർത്തുന്നത്. മകനെ മാനസിക വിഭ്രാന്തിയുള്ള കുട്ടികൾ താമസിക്കുന്ന മുറിയിൽ പാർപ്പിച്ചു. ഹോസ്റ്റലിൽ കടുത്ത മാനസിക സംഘർഷമുണ്ടായതായി നിതിൻ പറഞ്ഞിരുന്നു. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് SC/ST കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടി വ്യക്തമാക്കി. കമ്മീഷൻ ഇതിനകത്ത് അതീവ താല്പര്യത്തോടു കൂടി സത്യസന്ധമായി തന്നെ ഇതെല്ലാം വിലയിരുത്തി പരിശോധിച്ച് നടപടികൾക്ക് പ്രേരണ ചെയ്യും. അത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ നിശ്ചയമായി നിരവധി കാര്യങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുള്ളതായിട്ട് ഞങ്ങൾക്ക് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യും ഞങ്ങൾ. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, ജബി മേത്തർ MP എന്നിവർ നിതിന്റെ വീട് സന്ദർശിച്ചു. മകന്റെ മരണവാർത്ത പോലും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കുടുംബം ഇന്നും ആ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല. നീതിക്കായുള്ള പോരാട്ടത്തിൽ എല്ലാവരും ഒപ്പമുണ്ടെന്ന് നേതാക്കൾ പ്രതികരിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.